ഹായ്, ഫേസ്ലെസ് ആണ്. ഗ്രീഷ്മ രാജിന് ഇപ്പോ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശിക്ഷ എന്താണെന്നുള്ളത് നാളെ അറിയാൻ പറ്റും. പ്രണയത്തിലായ കൂട്ടുകാരി വിഷം നൽകുമെന്ന് മരണം വരെ വിശ്വസിക്കാത്ത ഷാരൂഖ്. പോലീസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രീഷ്മ ഷാരൂണുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനുമായി വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി, അതായത് ഈ കൊലപാതകം പോലുള്ള പ്രവൃത്തിക്ക് മുതിർന്നതെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഷാരൂണിന് വിഷം നൽകാൻ ഇതിനു മുമ്പും 5 തവണ ഗ്രീഷ്മ ശ്രമിച്ചിട്ടുണ്ട്. പാരസെറ്റാമോൾ മിതമായ ഓവർഡോസ് ജ്യൂസിൽ കലർത്തി ഇയാളെ കൊന്നെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോടതിയിലെ നടപടികൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ കേസ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതി പരിഗണിച്ചു. 2025 ജനുവരി 17 കോടതി ഗ്രീഷ്മയെ താഴെ പറയുന്ന വകുപ്പുകൾക്ക് കുറ്റക്കാരിയാക്കിയായി. അതായത് IPC 302 കൊലപാതകത്തിനുള്ള ശിക്ഷ, IPC 326 വിഷം ഉപയോഗിച്ച് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്, IPC 364 കൊലപാതക ലക്ഷ്യത്തോടുകൂടി അയാളെ കൊലപ്പെടുത്തി എന്നുള്ളത്, IPC 201 തെളിവുകൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്നുള്ളത്. കൂട്ടുപ്രതികളായിട്ട് ഗ്രീഷ്മയുടെ മുത്തച്ഛനെ, അമ്മാവനല്ല, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ മുത്തച്ഛനാണ്, മുത്തച്ഛനെ നിർമ്മലകുമാർ തെളിവ് നശിപ്പിച്ചതിന് കുറ്റക്കാരനായി കണ്ടെത്തി. അതുപോലെ തന്നെ അമ്മ സിന്ധു തെളിവുകളുടെ അഭാവത്തില് കുറ്റവിമുക്തിയായി. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഷാരൂണിന്റെ വീട്ടുകാർക്ക്. ഷാരൂണിന്റെ മാതാപിതാക്കൾ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിച്ചതിൽ സന്തോഷിച്ചെങ്കിലും സിന്ധുവിനെ കുറ്റവിമുക്തിയാക്കി, അതായത് ഗ്രീഷ്മയുടെ അമ്മേനെ കുറ്റവിമുക്തിയാക്കിയതിൽ അവർക്ക് നിരാശയുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കൂടുതൽ ഹൈക്കോടതിയിലേക്കൊക്കെ ലീഗലി പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നാളെ വ്യക്തമായിട്ട് ഗ്രീഷ്മയുടെ കുറ്റത്തിനുള്ള ശിക്ഷ നടപടികൾ എന്താണെന്നുള്ളത് അറിയാൻ കഴിയും. ഓക്കെ, ബൈ.